ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഞാൻ നരൻ പുലാപ്പറ്റയാണ്. നമ്മുടെ ചിറ്റൂർ സ്വാതി ജംഗ്ഷനിൽ വസ്ത്രമഹാത്ഭുതം വന്നിട്ടുണ്ട്. ഇന്നേക്ക് 1.5 മാസമായി ഈ ഒരു പരിപാടി ഇവിടെ തുടങ്ങിയിട്ട്. ഫാക്ടറി വിലയിൽ വസ്ത്രങ്ങൾ നൽകുന്നു. ഇതാണ് സംഭവം. വളരെ കുറഞ്ഞ വിലയിൽ നല്ല വസ്ത്രങ്ങൾ ഇവിടെ ചെന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, വാങ്ങിക്കാൻ പറ്റും. ഒരു 10,000 രൂപ കൊണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു വീട്ടിലേക്കുള്ള സാധനങ്ങൾ നമുക്ക് എടുത്തിട്ട് വരാം. ബെഡ്ഷീറ്റ്, ഇന്നർവെയർ, അതുപോലെ ബെഡ്, ചെരുപ്പ്, കുട്ടികളുടെ ഡ്രസ്സുകൾ, അതുപോലെ സാരി, പിന്നെ ചുരിദാർ, ടോപ്പ്, മിഡി, അങ്ങനെ ന്യൂജന് വേണ്ട എല്ലാ ഐറ്റംസും, സാധാരണ ആളുകൾക്ക് വേണ്ടുന്ന എല്ലാ ഐറ്റംസും, ഡബിൾ മുണ്ട്, ലുങ്കി, ബർമുഡ പാൻറ്റുകൾ, പിന്നെ ഷോർട്ട്സ് എന്ന് വേണ്ട എന്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ വസ്ത്രമായിട്ടും ചെരുപ്പായിട്ടും, അതല്ലെങ്കിൽ വീട്ടിലെ മറ്റുള്ള ബെഡ്, അതുപോലെ വിരി, തലയണ കവർ, അങ്ങനെ എന്തെല്ലാം വേണോ അതെല്ലാം ഇവിടെ ഈ വസ്ത്രമഹാത്ഭുതത്തിൽ പോയാൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അതും വളരെ തുച്ഛം വിലയിൽ. ഷർട്ടൊക്കെ 149, 150, 250 ആ വിലയിൽ തന്നെ നല്ല ഷർട്ടുകൾ കിട്ടും. അതുപോലെ തന്നെ പാൻറ്റുകൾ, ജീൻസ് പാൻറ്റുകളൊക്കെ 499 രൂപ, 300, 350, 400 ആ വിലയിലൊക്കെ നല്ല, അതായത് 1000, 1500 രൂപ കടയിൽ വരുന്ന സാധനങ്ങളാണ് നമുക്ക് വളരെ കുറഞ്ഞ വിലയിൽ കിട്ടുന്നത്. ഏറ്റവും കൂടുതൽ കുട്ടികളുടെ സെക്ഷനിൽ നല്ല തുണിത്തരങ്ങളുണ്ട്. കുട്ടികൾക്ക് പറ്റുന്ന നല്ല മോഡൽ വസ്ത്രങ്ങളുണ്ട്. അതുപോലെ സ്ത്രീകൾക്ക് പറ്റുന്ന, പെൺകുട്ടികൾക്ക് പറ്റുന്ന നല്ല മോഡേൺ വസ്ത്രങ്ങൾ എല്ലാം വളരെ ചീപ്പ് റേറ്റിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 1.5 മാസമായി ഈ ഒരു സംരംഭം അവിടെ തുടങ്ങിയിട്ട്. ഇനി ഫെബ്രുവരി 22 വരെയാണ് നമ്മുടെ ഈ കട അവിടെ ഉണ്ടാവുകയുള്ളൂ. അതിനു മുമ്പ് നിങ്ങൾ ആര് വേണമെങ്കിലും, പാലക്കാട്ടുള്ളവർക്ക് പ്രത്യേകിച്ച്, പാലക്കാട് തൃശ്ശൂർക്കാർക്ക് സുഖമായിട്ട് പോയി വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതല്ലെങ്കിൽ ദൂരത്തേക്കൊക്കെ പോകുന്ന, ഹൈവേ വഴി പോകുന്ന, ഈ പാലക്കാട് ടച്ച് ചെയ്ത് പോകുന്ന ആളുകൾക്കും പോയി നമുക്ക് വാങ്ങാൻ പറ്റും. ചിറ്റൂർ സ്വാതി ജംഗ്ഷനിലാണ് ഈ വസ്ത്രമഹാത്ഭുതം ഉള്ളത്. യൂട്യൂബിലൊക്കെ ഇതിൻ്റെ വീഡിയോ പലരും ഇട്ടിട്ടുണ്ട്. നമ്മളതൊന്നും അന്ന് കണ്ടെങ്കിലും അതിനത്ര വില കൽപ്പിച്ചില്ല. ഇന്നെനിക്ക് തൃശ്ശൂർ ഭാഗത്തേക്കൊന്ന് പോകേണ്ടി വന്നതിനാൽ ഞാൻ എൻ്റെ മോളും പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ്, തിരിച്ചു വരുമ്പോഴാണ് ഞങ്ങൾ ഈ ഒരു വസ്ത്രമഹാത്ഭുതം പറഞ്ഞിട്ട്, മോളാണത് എനിക്ക് കാണിച്ചു തന്നത്. ഞാനത് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഇത് അവിടെയാണെന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും അവൾ പറഞ്ഞപ്പോഴാണ്, നമുക്കൊന്ന് കയറി നോക്കാം അച്ഛാ എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങളൊന്ന് കയറി നോക്കിയത്. അവൾ 1-2 ഡ്രസ്സൊക്കെ എടുത്തു. അവളുടെ കയ്യിലെ പൈസയ്ക്ക് അനുസരിച്ച് അവൾ കുറച്ച് തോർത്തും, അതുപോലെ തന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള തോർത്തും, പിന്നെ അവൾക്ക് ഉള്ളൊരു പാൻറ്റ്, പിന്നെ അതുപോലെ മരുമോനൊരു ഷർട്ട്, അങ്ങനെ 3-4 സാധനങ്ങൾ എടുത്തത് ആകെപ്പാടെ വന്നത് 387 രൂപയാണ്. എനിക്ക് പറ്റുന്ന കുറേ വസ്ത്രങ്ങളൊക്കെ നോക്കി. എൻ്റെ അടുത്ത് അത്ര പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും വാങ്ങാനൊന്നും നിന്നില്ല. മോളെന്തെങ്കിലും ആണെങ്കിൽ എടുത്തോളാനൊക്കെ പറഞ്ഞെങ്കിൽ കൂടി ഞാൻ എടുത്തില്ല. കാരണം ഒക്കെ കൂടുതലും യുവാക്കളുടെ മോഡേൺ വസ്ത്രങ്ങളാണ് കൂടുതലുള്ളത്. പിന്നെ അളവൊക്കെ നോക്കിയെടുക്കണമെങ്കിൽ വളരെ ക്ഷമ വേണം. കുറച്ച് ക്ഷമിച്ച് നമ്മൾ ടൈം എടുത്തിട്ടാണ് ഇത് നോക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾക്കാണെങ്കിൽ ടൈം തീരെ കുറവാണ്. തിരിച്ച് വീട്ടിലെത്തണം. ഊണ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീട്ടിലെത്തി ഊണ് കഴിക്കാൻ മരുമകനൊക്കെ കാത്തിരിക്കുകയാണ്. അതുപോലെ ശൈലജയൊക്കെ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ കൂടുതൽ അവിടെ നിൽക്കാൻ നിന്നില്ല. വരുന്ന വഴിക്ക് ഞങ്ങൾ വെറും വെള്ളം മാത്രമാണ് കുടിച്ചിട്ട് വന്നത്. എന്തായാലും നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് തുണി കുറച്ച് ആവശ്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ചുരുങ്ങിയ വിലയിൽ പോകുക. 250, 150, 450. 450 വലിയ റേറ്റാണ് ഇവിടുത്തെ. 450, 500ൻ്റെ മുകളിലേക്കൊക്കെ വളരെ ചുരുക്കമുള്ളതാണ്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും ടോപ്പ് 450, 499 വരെ, 500ൻ്റെ ഉള്ളിൽ വരെ ആണ് ഏറ്റവും ടോപ്പ് റേറ്റ് വരുന്നത്. ബാക്കിയൊക്കെ എല്ലാം അതിന് താഴെയാണ്. ഷർട്ടൊക്കെ 150, 129 ബനിയൻ, അതുപോലെ 100 രൂപയ്ക്കുള്ള ബനിയൻ, അതുപോലെ ഇന്നർവെയർ, അതുപോലെ ചെരുപ്പുകൾ, എന്തെല്ലാം വേണോ നിങ്ങൾക്ക് പോയി എടുക്കാം.
എത്രയും പെട്ടെന്ന് നിങ്ങൾ പോയാൽ അത്രയും നല്ലതാണ്. കാരണം നല്ല തിരക്കുണ്ട്, ഒരുപാട് ആളുകളുണ്ട്, പലയിടത്തും കേട്ടറിഞ്ഞ് വരുന്നവരുണ്ട്. തൃശ്ശൂർ ഭാഗത്തുനിന്ന് പോലും ആളുകൾ വന്നിട്ടുണ്ട്. ഇത്ര വലിയ സിറ്റി ആയിട്ട് പോലും അവിടുന്ന് പോലും ആളുകൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് തുണി കിട്ടും എന്നുള്ള ഒരൊറ്റ ചിന്ത കൊണ്ട് ഓടി വന്നവരാണ്. ഒത്തിരി ആളുകളുണ്ട്, ഒത്തിരി തിരക്കുണ്ട്. എന്നാലും എത്ര തിരക്ക് വന്നാലും തുണി അവിടെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. എങ്കിൽ കൂടി നമുക്ക് നല്ല ക്വാളിറ്റിയിലുള്ളത് തിരഞ്ഞെടുക്കണമെങ്കിൽ നമ്മൾ ഇത് 22-ാം തീയതി വരെ ഉള്ളൂ. അതിന് മുന്നേ നിങ്ങൾ എത്രയും പെട്ടെന്ന് പോവാം. ഇന്ന് തന്നെ പോകാൻ പറ്റുന്നത് ഇന്ന് തന്നെ പോവാം. നാളെയാണെങ്കിൽ നാളെ, എത്രയും പെട്ടെന്ന് പോവാം. കുട്ടികൾക്കുള്ള റെഡിമെയ്ഡ് ഐറ്റംസൊക്കെ വളരെ എന്തൊരു മനോഹരമായിട്ടുള്ള തുണികളാണല്ലോ, അറിയോ. നല്ല മോഡൽ ഉള്ളവ, അതുപോലെ തന്നെ നല്ല ഡിസൈൻ ഉള്ളത്, പിന്നെ പ്രിൻ്റ്, അതുപോലെ അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാണ്ട്. ഞാൻ അവിടെ നിന്നൊക്കെ വോയിസ് കൊടുത്തിട്ട് ഇത് കാണിച്ചു തരണം എന്നൊക്കെ വിചാരിച്ചാണ്. പിന്നെ ടൈമില്ലാത്തതുകൊണ്ട് കൂടുതൽ അതിന് നിന്നല്ല, വേഗം കുറച്ച് വീഡിയോ എടുത്തിട്ട് അങ്ങനെ പോന്നു. വന്നിട്ട് വീട്ടിൽ വന്നിട്ട് നമ്മൾ അതിൽ വോയിസ് കൊടുക്കാമെന്നുള്ള ഒറ്റ ഉദ്ദേശം കൊണ്ടാണ് പോകുന്നത്. എന്തായാലും എൻ്റെ മോള് കുറേ തിരഞ്ഞ് അവൾക്കെല്ലാം വാങ്ങണം എന്നുള്ള ഒരാളാണ്. ഏത് ഡ്രസ്സ് കണ്ടാലും, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യം പറയണ്ടല്ലോ, ഡ്രസ്സ് അവർക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല. അവർ നോക്കിക്കൊണ്ടേയിരിക്കും. കളർ അവർക്ക് ബോധിക്കില്ല, ഡിസൈൻ ബോധിക്കില്ല, അങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ അവളെ പിടിച്ച് വിളിച്ച് കൊണ്ടുവരിക. ഇത് കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അവിടെ നിൽക്കേണ്ടി വരും. എന്നാൽ നമ്മുടെ അടുത്ത് ഒരുപാട് പൈസയൊന്നുമില്ല. തീർച്ചയായിട്ടും ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും 10,000-2,000 രൂപയൊക്കെ വെച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് എനിക്കും ശൈലജയ്ക്കും അതുപോലെ അവൾക്കും ഒക്കെ വാങ്ങിയിട്ട് വരാമായിരുന്നു. ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ ശരിക്കും നമുക്ക് കുറേ തുണികൾ എടുത്തിട്ട് വരാം. നല്ല കാര്യമാണ്. ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് ഇത് മാർക്കറ്റിൽ കൊടുക്കാൻ പറ്റുന്ന, അതായത് നാട്ടിലൊക്കെ കൊടുന്ന് വിൽക്കാൻ പറ്റുന്ന രീതിയിൽ വേണമെങ്കിലും അത് ചൂസ് ചെയ്യാം. കാരണം അവിടുന്ന് 150 രൂപയ്ക്ക് വാങ്ങുന്ന ഷർട്ട് നമ്മളവിടെ 50 രൂപ കൂട്ടി 200 രൂപയ്ക്ക് കൊടുത്താലും ആ വിൽക്കുന്നവന് ഒരു ഗുണമാണ്. വിൽക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. എന്തായാലും നോക്കുക. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ പേജ് ഫോളോ ചെയ്യുക, നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള ഇനിയും വീഡിയോകളുമായി ഞാൻ വരും. പാട്ടുകൾ മാത്രമല്ല, ഇത്തരം വീഡിയോകളും നമ്മുടെ പേജിലൂടെ വരും, അതുപോലെ തന്നെ യൂട്യൂബിലൂടെ വരും. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും വലിയ ശക്തി. നിങ്ങൾ തരുന്ന ഊർജ്ജമാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്ര.